ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ ലാർജ് നമ്പർ അറൗണ്ടസ് എന്ന ചാപ്റ്ററാണ്. അതിലെ ആദ്യത്തെ 4 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം അടുത്ത ക്ലാസ്സുകൾ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ, ക്രിയേറ്റീവ് ചിട്ടി ഈസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാൽക്കുലേറ്റർ. ഇറ്റ് ഹാസ് ദ ഫോളോയിങ് ബട്ടൺസ്. അതായത് ഇവിടെ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, അതിൽ കുറച്ച് ബട്ടൺസ് ഉണ്ട്. 1, 10, 100, 1000, 10,000, lakh, 10 lakh എന്ന് പറയുന്ന ബട്ടൺസ് ഉള്ള ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ നമ്പേഴ്സ് കിട്ടാൻ നമ്മൾ ഇതിൽ ഓരോ ബട്ടണും എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 321 കിട്ടാൻ നമ്മൾ ഓരോ ബട്ടണും എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യണം? 300 ആണ്. അപ്പോൾ 300 കിട്ടാൻ 3 ടൈംസ് 100ൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ദെൻ 21ന് 2 ഇൻറ്റു 10, 10ൻ്റെ ബട്ടൺ 2 ടൈംസ്. ദെൻ 1ൻ്റെ ബട്ടൺ 1 ടൈം. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു 100 300, 2 ഇൻറ്റു 10 20, ദെൻ 1 ഇൻറ്റു 1 1. ആഡ് ചെയ്യുമ്പോൾ 321 കിട്ടും. അതുപോലെ ഓരോ നമ്പേഴ്സും കിട്ടാൻ ഇവിടെ തന്നിട്ടുള്ള ബട്ടൺസ് എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 5th ക്വസ്റ്റ്യനിൽ 2 of the many different ways to get 5072 are given below. അപ്പോൾ 5072 കിട്ടാൻ 2 ഡിഫറെൻറ്റ് വേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടേബിളിനകത്ത് 1, 10, 100, 1000, 10,000, lakh, 1 lakh, 10 lakh ഇത്രയും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5072 കിട്ടാൻ നമ്മൾ ഏതൊക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 100ൻ്റെ നേരെ 50, 100ൻ്റെ ബട്ടൺ 50 ടൈംസ് ക്ലിക്ക് ചെയ്യണം. 10ൻ്റെ ബട്ടൺ 7 ടൈംസ് ക്ലിക്ക് ചെയ്യണം. 1ൻ്റെ ബട്ടൺ 2 ടൈംസ് ക്ലിക്ക് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 100 ഇൻറ്റു 50, ഇവിടെ ഉണ്ട് 50 ഇൻറ്റു 100. ദെൻ 7 ഇൻറ്റു 10, 7 ടൈംസ് 10ൻ്റെ ബട്ടൺ. ദെൻ 2 ടൈംസ് 1ൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 5072. അതുപോലെ മറ്റൊരു രീതിയിൽ ഇവിടെ 1000ൻ്റെ നേരെയാണ് 3 ഉള്ളത്. 1000ൻ്റെ നേരെ 3, അപ്പോൾ 3 ടൈംസ് 1000 ക്ലിക്ക് ചെയ്യുക. 100ൻ്റെ നേരെ 20, അപ്പോൾ 20 ടൈംസ് എന്ത് ചെയ്യണം? 100ൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ദെൻ 1ൻ്റെ ബട്ടൺ 72 ടൈംസ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ഡിഫറെൻറ്റ് വേസിൽ 5072 കിട്ടും. അതുപോലെ ഫൈൻഡ് ഡിഫറെൻറ്റ് വേ ടു ഗെറ്റ് 5072 ആൻഡ് റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി സെയിം. അപ്പോൾ നമ്മൾ എന്താണ് ഇതുപോലെ 5072 കിട്ടാൻ വേറെ ഏത് രീതിയിൽ നമുക്ക് എഴുതാം? ഇവിടെ നമുക്ക് 1000ൻ്റെ ബട്ടൺ 2 ടൈംസ് ക്ലിക്ക് ചെയ്യാം. 1000 ഇൻറ്റു 2, അപ്പോൾ എന്ത് കിട്ടും? 2000. ദെൻ 100ൻ്റെ ബട്ടൺ 30 ടൈംസ് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? 3000. ദെൻ 10ൻ്റെ ബട്ടൺ 7 ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ 70. ദെൻ 1ൻ്റെ ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ 2. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5072 കിട്ടും. 5072. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 1000 ഇൻറ്റു 2 പ്ലസ് 30 into 100 plus 7 into 10 plus 1 into 2. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5072. അടുത്ത ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫിഗർ ഇറ്റ് ഔട്ടിൽ ഫോർ ഈച്ച് നമ്പർ ഗിവൺ ബിലോ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ അറ്റ് ലീസ്റ്റ് 2 different ways to obtain the number through buttons click. Think like ചിട്ടി ആൻഡ് ബി ക്രിയേറ്റീവ്. അതായത് ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയതുപോലെ ഏതൊക്കെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്താൽ ഈ തന്നിട്ടുള്ള നമ്പർ കിട്ടും എന്ന് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഈ ബോർഡിലോട്ടൊന്ന് എഴുതിത്തരാം. 1 എന്ന് കൊടുക്കാം. 8300. ഇതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം? ഇവിടെ 1 ഉണ്ട്, 10, 100, 1000, 10,000, lakh ആൻഡ് 10 lakh. അപ്പോൾ ഈ ബട്ടൺസ് എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ 8300നെ നമുക്ക് 8300 കിട്ടാനാണെങ്കിൽ 8 ടൈംസ് 1000 ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പ്ലസ് 100ൻ്റെ ബട്ടൺ 3 ടൈംസ്, 3 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 8 ഇൻറ്റു 1000 8000 പ്ലസ് 3 ഇൻറ്റു 100 300. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ 8300 എന്ന് കിട്ടും. അപ്പോൾ അതൊരു മെത്തേഡ്. ദെൻ ഇത് എ എന്ന് കൊടുക്കാം. നമുക്ക് അടുത്ത് വേറൊരു മെത്തേഡിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി
5 into 1000 plus 30 into 100 plus 30 into 10 plus ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 5 into 1000 അതായത് 1000ൻ്റെ ബട്ടൺ 5 ടൈംസ്, 100ൻ്റെ ബട്ടൺ 30 ടൈംസ്, 10ൻ്റെ ബട്ടൺ വീണ്ടും 30 ടൈംസ്. അപ്പോൾ 5 into 1000 എത്രയാണ്? 5000 പ്ലസ് 30 into 100 3000 പ്ലസ് 30 into 100 300. ഇതും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5000 പ്ലസ് 3000 8000 8300 എന്ന് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അടുത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 40,629. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം? 4 into 1000 plus 6 into 100 plus 10 into 2 plus 1 into 9. ഇത് ഇത്രയും ചെയ്ത് നോക്കുമ്പോൾ അതായത് 1000ൻ്റെ ബട്ടൺ 4 ടൈംസ്, 100ൻ്റെ ബട്ടൺ 6 ടൈംസ്, 10ൻ്റെ ബട്ടൺ 2 ടൈംസ്, 1ൻ്റെ ബട്ടൺ 9 ടൈംസ്. അപ്പോൾ നമുക്ക് ഇത്രയും ആഡ് ചെയ്ത് നോക്കുമ്പോൾ 40,629 എന്ന് കിട്ടും. 629 കിട്ടും. ദെൻ അടുത്ത വേറൊരു രീതി നമുക്ക് എങ്ങനെ എഴുതാം? 40 ടൈംസ് 1000ൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 40 into 1000 പ്ലസ് 5 into 100, 100ൻ്റെ ബട്ടൺ 5 ടൈംസ് പ്ലസ് 10 into 10, 10ൻ്റെ ബട്ടൺ 10 ടൈംസ്. ദെൻ അവസാനം 1ൻ്റെ ബട്ടൺ 29 ടൈംസ്. ഇത്ര ആഡ് ചെയ്യുമ്പോൾ 40 into 1000 40,000, 5 into 100 500, 10 into 10 100, ഓക്കെ, 1 into 29 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40,629 എന്ന് ഇവിടെയും കിട്ടും. ഓക്കെ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. 56,354. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 5 into 10,000 പ്ലസ് 6 into 1000 പ്ലസ് 3 into 100 പ്ലസ് 54 into 1. ഇത്രയും ചെയ്ത് നോക്കുമ്പോഴും നമുക്കിതെങ്ങനെയാണ് ഈ നമ്പർ കിട്ടുമെന്ന് അറിയുന്നത്? അതായത് 5 ടൈംസ് 10,000ൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, 1000ൻ്റെ ബട്ടൺ 6 ടൈംസ് ക്ലിക്ക് ചെയ്യുക, 100ൻ്റെ ബട്ടൺ 3 ടൈംസ്, 1ൻ്റെ ബട്ടൺ 54 ടൈംസ്. ഇത്രയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? 56,354 എന്ന് കിട്ടും. ഓക്കെ. ദെൻ അടുത്ത മെത്തേഡ് എങ്ങനെയാണ്? 56 ടൈംസ് നമുക്ക് 1000ൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. 1000 into 56 പ്ലസ് 3 into 100 പ്ലസ് 5 into 10 പ്ലസ് 1 into 4. 1ൻ്റെ ബട്ടൺ 4 ടൈംസ്, 10ൻ്റെ ബട്ടൺ 5 ടൈംസ്, 100ൻ്റെ ബട്ടൺ 3 ടൈംസ്, 1000ൻ്റെ ബട്ടൺ 56 ടൈംസ്. ഇത് ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 56,354 എന്ന് കിട്ടും. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. 66,666. ഈ നമ്പർ കിട്ടാൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്ലിക്ക് ചെയ്യാം? 6 into 10,000 പ്ലസ് 6 into 1000 പ്ലസ് 6 into 100. 66,000 അല്ലേ? അപ്പോൾ 6 into 10,000, 6 into 1000, 6 into 100 പ്ലസ് 6 into 10 പ്ലസ് 6 into 1. ഇതൊരു മെത്തേഡ്. ദെൻ അടുത്ത മെത്തേഡ് 66 into 1000 പ്ലസ് 6 into 1000, 6 into 100 പ്ലസ് 6 into 10
പ്ലസ് 1 ഇൻറ്റു 6 ഇൻറ്റു 1. ഇങ്ങനെ എഴുതിയാലും നമുക്ക് എന്ത് കിട്ടും? 66,666 കിട്ടും. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 3,67,830. ഇത് കിട്ടാൻ നമുക്ക് എന്ത് കിട്ടും? 3 lakh ആണ്. അപ്പോൾ 3 ഇൻറ്റു ലാക്ക് പ്ലസ് 6 ഇൻറ്റു 10,000 പ്ലസ് 7 ഇൻറ്റു 1,000 പ്ലസ് 8 ഇൻറ്റു 100 പ്ലസ് 1 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 3. ഓക്കെ, ദെൻ മറ്റൊരു മെത്തേഡ് 30 ഇൻറ്റു 10,000 പ്ലസ് 60 ഇൻറ്റു 1,000 പ്ലസ് 70 ഇൻറ്റു 100 പ്ലസ് 80 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 13. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3,67,813 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.